എവിടെ പോയി കിടക്ക മക്കളെ? അച്ഛൻ ഫോൺ എടുക്കണില്ല. അമ്മ അച്ഛൻ വല്ല ജോലി തിരക്കിലും ആയിരിക്കും. എത്ര ജോലി തിരക്കിലാണെങ്കിലും അച്ഛൻ ഫോൺ എടുക്കണതല്ലേ. അല്ലെങ്കിൽ അമ്മയുടെ മിസ് കോൾ കാണുമ്പോൾ പെട്ടെന്ന് തിരിച്ചു വിളിക്കും. അത് ഇത്രയും പ്രാവശ്യം മിസ് കോൾ കാണുമ്പോഴത്തേക്കും ആരെങ്കിലും തിരിച്ചു വിളിക്കൂലേ? എനിക്ക് പേടിയായിട്ട് വയ്യ. പറഞ്ഞു പറഞ്ഞ് ഞങ്ങളെയും കൂടി ടെൻഷൻ ആക്കല്ലേ. ടെൻഷൻ ആവാതിരിക്കാൻ പറ്റുമോ മക്കളെ? ആ സ്വാമിയാര് പറഞ്ഞിട്ട് പോയത് കേട്ടില്ലേ? ആ വണ്ടി ആണെങ്കിൽ അറിയാലോ, അത് ബ്രേക്ക് ഒന്നും പിടിച്ച് അത് കിട്ടൂല. എങ്ങനെയോ ആണ് അത് ഓടിച്ചു പോണത്. പേടിപ്പിക്കല്ലേ അമ്മ? എന്തോ ഫ്രണ്ട്സിന്റെ കൂടെ വല്ലതും മറ്റേ ഓഫീസിലുള്ള ആൾക്കാരെ കൂടെ മറ്റേ ഇൻസ്പെക്ഷനൊക്കെ പോയി കഴിഞ്ഞാൽ എനിക്ക് പേടിയാ. ഒന്ന് വിളിച്ച് സമാധാനത്തിന് എന്തെങ്കിലും ഒന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ എനിക്ക് സമാധാനിക്കായിരുന്നു. അമ്മ എത്ര പറഞ്ഞാലും കേൾക്കത്തൂല. ആ കണ്ടീഷൻ അല്ലാതെ വണ്ടിയും കൊണ്ടേ പോവുള്ളൂ. ഇങ്ങനെ പേടിക്കൽ ടെൻഷൻ അടിക്കല ഒന്നും വരൂല അമ്മ. അമ്മ വരൂലായിരിക്കാം, പക്ഷെ പേടി വരും. അമ്മ ആ അങ്കിളില്ലേ, ആ അങ്കിള് പറഞ്ഞിട്ട് പോയത് എന്താണ്? ഉം. പ്രാർത്ഥിക്കാനല്ലേ? നമുക്കൊന്ന് പ്രാർത്ഥിച്ചാലോ? ശരിയാണ്, പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് പ്രാർത്ഥിക്കണം. അതെ, പ്രാർത്ഥിച്ചാൽ നമുക്കൊരു സമാധാനം ഉണ്ടാവും. എന്നാ വാ. നന്നായിട്ട് പ്രാർത്ഥിക്കണം അച്ഛന് വേണ്ടിട്ട്. ഭഗവാനെ, രവിയേട്ടാ വിളിക്കുന്നു. ആ രവിയേട്ടാ, എത്ര പ്രാവശ്യം ഞാൻ വിളിച്ച എന്താ ഫോൺ എടുക്കാത്തെ? അത്യാവശ്യമായിട്ട് ഞാൻ ഇവിടെ സുമലതയുടെ വീട് വരെ വന്നതാണ്. അത്യാവശ്യമായിട്ട് ഞാൻ അങ്ങോട്ട് വിളിക്കാൻ മണി. അങ്ങോട്ട് കാര്യം പറയട്ടെ. ഞാൻ വിളിക്കാം അങ്ങോട്ട്. ഇത് കാര്യം പറയണതിന് മുന്നേ എന്തോ പറഞ്ഞേ? നമ്മളിവിടെ അങ്ങേർക്ക് അപകടം വരുമെന്ന് പേടിച്ച് പേടിച്ച് പ്രാർത്ഥിച്ചോണ്ടിരിക്കുമ്പോണ്ടല്ലോ അങ്ങേര് സുമലതയുടെ വീട്ടിൽ പോയിരിക്കുന്നു. വരട്ടെ, കാണിച്ചു കൊടുക്കാൻ. സുമലതയുടെ വീട്ടിലോ? അമ്മ അമ്മ എനിക്കൊരു സംശയം. എന്തോന്നു? അച്ഛനൊരു അപകടം വരുമെന്ന് പറഞ്ഞില്ലേ, അതിന് ഈ സുമലത ആന്റി ആയിരിക്കോ? ഒന്ന് തെളിച്ച് പറയടി അമ്മ. കൂട്ടുകാരോ അല്ലെങ്കിൽ സഹപ്രവർത്തകരോ ആരോ വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോഴാണ് അപകടം പറഞ്ഞെന്നല്ലേ പറഞ്ഞേ? അപ്പൊ അതിനി ഈ സുമലത ആന്റി ആയിരിക്കുമോന്ന്. സുമലത ആന്റിയുടെ കൂടെ വണ്ടിയിൽ പോകുമ്പോഴാണ്. ഇവക്ക് ഓരോന്ന് തോന്നുന്നതാണോ? പോടി എണീച്ച് ഓരോന്ന് വിളിച്ച് പറയണത്. അല്ല, അവള് പറയുന്നതിലും കാര്യമുണ്ട്. എനിക്കും ചിലതൊക്കെ തോന്നിയിട്ടുണ്ട്. നിങ്ങളുടെ അച്ഛനെ ഈ സുമലത എന്ന് പറയുമ്പോ 100 നാവാണ്. ഞാൻ രാവിലെ എണീച്ച് കഷ്ടപ്പെട്ട് കറികളൊക്കെ ഉണ്ടാക്കി ഭക്ഷണം കൊടുത്തു വിടൂലേ, എല്ലാ കറികളും അവർക്കും ഉണ്ടായി കൊണ്ട് തീറ്റിപ്പിക്കുന്നത്. അത് മാത്രമൊന്നും അല്ല, ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്തോന്നോ പറമ്മ, എന്റെ അടുത്ത് പറ. രവിയേട്ടന്റെ മീശ മേടിച്ച രവിയേട്ടനെ കാണാൻ നല്ല അടിപൊളി ലുക്കാണെന്ന് സുമലത പറഞ്ഞത്. അത് കേട്ടിട്ടുണ്ടെങ്കിൽ മീശ മേടിക്കാൻ നടന്നിരിക്കണം. അറിയോ നിങ്ങൾക്ക്? അതപ്പം അങ്ങനെ പലതും ഉണ്ടായിട്ടുണ്ട്. എല്ലാം ഞാൻ എന്റെ മനസ്സിൽ കൊണ്ട് നടക്കണം. ഞാൻ ആരോടും പറഞ്ഞില്ലെന്നേ ഉള്ളൂ. വേറൊരു സംഭവം ഉണ്ട്. ചുവപ്പ് ഷർട്ട് ഇട്ട് കഴിഞ്ഞാൽ രവിയേട്ടൻ നല്ല സ്മാർട്ട് ലുക്കാണെന്ന് അവർ പറഞ്ഞു. ഉടനെ പിന്നെ ചുവപ്പ് ഷർട്ട് ഊരൂല, അതും ഇട്ടിങ്ങനെ നടക്കന്നെ ദിവസവും. ഇല്ല, ഇപ്പൊ ഷർട്ട് കാണാൻ പോലും ഇല്ലല്ലോ. അത് ഞാൻ അയൺ ബോക്സ് വെച്ചും കരിച്ചു കളഞ്ഞു. വരട്ടെ, ശരിയാവൂല ഇത്. എനിക്കിപ്പോ എന്തു ചെയ്യണമെന്ന് അറിഞ്ഞൂടാ അമ്മ. അമ്മ പറഞ്ഞൊക്കെ വെച്ച് നോക്കുമ്പം എന്തോ ഒരു പന്തികേടുണ്ടോ അമ്മ ഇതില്? നിർത്തടി, എന്റെ അച്ഛൻ എനിക്ക് നല്ല വിശ്വാസമുണ്ട്. അതായത് അമ്മ വിശ്വാസം ഇല്ലെന്നല്ലേ? എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. അമ്മ ഞാൻ അങ്ങനെ പറഞ്ഞില്ലല്ലോ. ഇവളങ്ങനെ അമ്മ. ഞാനൊരു കാര്യം ചോദിക്കട്ടാ, ഈ സുമലത ആന്റി എങ്ങനെ ഇരിക്കും കാണാൻ? പെണ്ണിനെ പോലെ ഇരിക്കും. ഈ കൊച്ചു വലിയ ശല്യമായില്ലത്. എങ്ങനെ ഇരിക്കും അമ്മ? ഞാൻ കണ്ടിട്ടില്ല. കണ്ടിട്ടില്ലേ അമ്മ? ഇന്നാള് ബാങ്കിൽ എന്തോ ആരുടെയോ കല്യാണം എന്ന് പറഞ്ഞു പോയില്ലേ, അപ്പൊ വന്നില്ലേ ഇവിടെ? അവിടെ വന്നില്ല, ഞാൻ കണ്ടിട്ടില്ലെന്ന്. എന്താ ചോദിച്ചെന്താ? അതമ്മ, സുമലത ആന്റിക്ക് അമ്മയെ കാട്ടി സൗന്ദര്യം ഉണ്ടോന്ന് അറിയാൻ വേണ്ടിട്ടായിരുന്നു ചോദിച്ചത്. സൗന്ദര്യം ഉണ്ടെങ്കിൽ അമ്മ സംശയിച്ചത് ശരി തന്നെ അമ്മ. എന്തോന്നു? ആന്റി അച്ഛനും തമ്മി. എന്നാ എനിക്കൊന്ന് അറിയണം. എനിക്ക് രണ്ടാലൊന്നും അറിഞ്ഞേ പറ്റുള്ളൂ. അല്ലെങ്കിൽ തന്നെ ഈ സമയത്ത് ഓഫീസിൽ പോയ അങ്ങേര് സുമലതയുടെ വീട്ടിൽ പോണ്ട കാര്യം എന്താണ്? അമ്മ ഈ കുത്തിത്തിരിപ്പുകാരിയുടെ വാക്കും കേട്ട് അച്ഛൻ ഇങ്ങനെ അവിശ്വസിക്കാൻ അമ്മയ്ക്ക് നാണാവുന്നില്ലേ? അല്ല, എന്റെ അച്ഛൻ വരട്ടെ.
എനിക്ക് ഇതിന്റെ കാരണം അറിയണം. എന്തിനിന്ന് സുമലതയുടെ വീട്ടിൽ പോയി അവര് തമ്മിൽ എന്തോന്നാണ് ബന്ധമെന്ന് എനിക്കറിയണം. അമ്മ അച്ഛൻ വരുമല്ലോ, നമുക്ക് ചോദിക്കാം. ഇല്ല, വരട്ടെ, വരുമ്പോ ചോദിക്കുന്നുണ്ട്. രണ്ടും ഞാൻ അറിഞ്ഞിട്ടേ കാര്യമുള്ളൂ. അമ്മ ആ അച്ഛനും ആന്റിയും തമ്മിൽ ഇനി എന്തെങ്കിലും ആലോചിക്കാൻ കൂടെ കഴിയുമ്പോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു നിമിഷം ഞാൻ പിന്നെ ഈ വീട്ടിൽ ഞാൻ ജീവിച്ചിരിക്കില്ല. ഞാൻ ഡിവോഴ്സ് ചെയ്യും. ആത്മഹത്യ ചെയ്യാനൊന്നും എന്നെ കിട്ടൂല. അപ്പൊ ഞങ്ങളോ? നിനക്ക് നിന്റെ അച്ഛനെ വലിയ വിശ്വാസമല്ലേ? നീ ജീവിച്ചു നിന്റെ അച്ഛന്റെ കൂടെ. രണ്ടാനമ്മയുണ്ടാവും. ചെല്ല്. അമ്മ അമ്മ ചേച്ചി, ഈ ചെറുപ്രായത്തിൽ തന്നെ നമ്മൾ അനാഥയാവോ ചേച്ചി? നീ മിണ്ടരുത്. ഞാൻ എന്ത് ചെയ്ത്? ഓരോ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാനായിട്ട്. അല്ലെങ്കിലും കാര്യം പറയണ നാട്ടുകാർക്ക് പിടിക്കൂല. ആ ആന്റിയെ കയറി അമ്മ എന്നൊന്നും വിളിക്കാൻ നീ എന്നെ നിർബന്ധിക്കരുത്. എനിക്കൊന്നും പറ്റൂല. എനിക്ക് എന്റെ അമ്മയെ ആ സ്ഥാനത്ത് കാണാൻ പറ്റില്ല. ഞാൻ പഠിച്ചിട്ട് മിണ്ടോ തലമുണ്ട അടിച്ച് ഞാൻ പൊട്ടിക്കും കേട്ടല്ലോ. എനിക്ക് പോടി. പാവം എന്റെ അമ്മ. എനിക്കിത് കിട്ടണം. നല്ല നല്ല ആലോചനകൾ വന്നപ്പോ വേണ്ടെന്ന് വെച്ചിട്ട് ഇങ്ങനെ മതി എന്ന് ഞാൻ പറഞ്ഞില്ല. മതി, അനുഭവിക്കണം. ഞാൻ എത്ര നല്ല ജീവിതം കിട്ടട്ടെ. ഞാൻ തീ പിന്നെ തീ. അമ്മ അമ്മ എന്തിനിങ്ങനെ ഇരുന്ന് കരയുന്നേ? പിന്നെ കരയാതെ വിഷമിക്കണ്ട അമ്മ. എടി, നിങ്ങൾക്ക് അറിയോ എത്ര എത്ര നല്ല ആലോചനകൾ വന്നാണെന്ന് അറിയോ? എന്നെ കാണാൻ ആരെ പോലെ ഇരുന്നെന്ന് അറിയാലോ നിനക്ക്? എല്ലാരും പറയുന്നു നാട്ടിലുള്ളവരൊക്കെ സിനിമാ നടി ശോഭനെ പോലെ ഇരുന്ന പെണ്ണാണ് ഞാൻ. ശോഭനയാ? അമ്മ കുറച്ചൊന്ന് മയത്തി പറയാൻ ശോഭനയും അമ്മയും കൂടെ അങ്ങ് ചിന്തിക്കാൻ പോലും പറ്റില്ല എനിക്ക്. ആസ്ഥാനത്ത് കോമഡി പറയുന്നത് നിന്നോട് പറഞ്ഞിട്ടുണ്ട്. മനുഷ്യ ഇവിടെ വിഷമിച്ചിരിക്കുമ്പോഴാണ് എത്ര നല്ല നല്ല ചെക്കന്മാര് വന്നിട്ടുണ്ടെന്ന് അറിയോ കല്യാണം ആലോചിച്ചിട്ട്. ഒരു ഡോക്ടർ വന്നേ, കണ്ട മമ്മൂക്കേനെ പോലെ ഇരിക്കുവായിരുന്നു. നല്ല 6 അടി പൊക്കവും വെളുത്ത് തുടുത്തിരുന്ന മനുഷ്യൻ, വെള്ളാരം കണ്ണൊക്കെ ആയിട്ട്. എന്റെ അച്ഛനെ കണ്ടിട്ടപ്പോ ഇഷ്ടപ്പെട്ടില്ല. സൗന്ദര്യം കൂടിപ്പോയി, അതുകൊണ്ട് ഭയങ്കര ജാടയായിരിക്കും എന്ന് പറഞ്ഞു. അത് വേണ്ടെന്ന് വെച്ചു. എന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞ് ഇങ്ങനെ കല്യാണം കഴിക്കാൻ. ഉടനെ ഞാൻ യെസ് പറഞ്ഞു. ഇങ്ങനെ കല്യാണം കഴിച്ചോളാം എന്ന് പറഞ്ഞ് ഇവിടെ വന്നിട്ട് ഞാൻ അനുഭവിക്കണില്ലേ? അതിന് മാത്രം ഇവിടെ എന്ത് സംഭവിച്ചമ്മ? ഒന്നും സംഭവിച്ചില്ലേ? ഷോ, നമ്മൾ ഈ ഡോക്ടറിന്റെ മക്കളായിട്ട് ജനിക്കാനുള്ളതായിരുന്നല്ലേ. പറഞ്ഞതേ ഉള്ളൂ. അമ്മ, ഞാൻ ഒരു കാര്യം പറയാനല്ലേ അമ്മയ്ക്കൊന്നും തോന്നരുത്. അമ്മ ഇന്നേ വരെ അച്ഛന്റെ മുഖത്ത് നോക്കി അച്ഛൻ സുന്ദരനാണെന്നോ അല്ലെങ്കിൽ അച്ഛൻ സ്മാർട്ട് ആണെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. അത് ആ സുമലത ആന്റിയാണ് പറഞ്ഞത്. അപ്പൊ ആ പറച്ചില്ല അച്ഛൻ വീട്ടിലെങ്കിലേ ഉള്ളൂ സംശയം. എടി, കുടുംബം കലക്കാൻ വേണ്ടി ഇറങ്ങാതെ എണീറ്റ് പോടി. ഓ, എന്നാലും അങ്ങേർക്ക് ഇതിന്റെ വല്ല ആവശ്യമുണ്ട്? ഈ പട്ടാപ്പകൽ അവളെ വീട്ടിൽ പോയിരിക്കണം നോക്ക്. അതെ, അമ്മ കുറച്ചു നേരം തനിച്ചിരിക്കട്ടെ. നീ എന്റെ കൂടെ വാ. വാ, പോ. അമ്മ ഇന്നലെ എന്നെ വിളിച്ചത് അമ്മ. ചിരിയും മൊഴിയും ചേരും തട്ടുപൊളിപ്പൻ കൂടാണേ. എന്നിഷ്ടം നിന്നിഷ്ടം ഒത്താലോ തന്നിഷ്ടം. പിടിപലി കളി ചിരിപൂരം മുരളയ്ക്കു പേര്.